ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇനി മുതൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും LD ക്ലർക്ക് പരീക്ഷയ്ക്ക് കൂടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ LD ക്ലർക്കിന്റെ PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ള അതിന്റെ വിഷയങ്ങൾ, ആ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അത് PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇനി മുതൽ ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങളായിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്ന LDCയുടെ ഒരു വിഷയമായിട്ട് PSC പറഞ്ഞിട്ടുള്ള ആസൂത്രണ കമ്മീഷനും നീതി ആയോഗ് എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ചുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യൻ ആസൂത്രണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ, എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും നമ്മളുടെ നിത്യജീവിതത്തിൽ എന്താണ് പ്ലാനിങ് ചെയ്യാറുള്ള ആളുകളാണ്. അതായത് നമ്മളിപ്പോ ഒരു ടൂർ പോകുന്നു, അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവും. മുന്നായിട്ട് നമുക്ക് എന്താണ് ഒരു പ്ലാനിങ് ഉണ്ടാവും. അതായത് എന്ന് പോകണം, എവിടെ തങ്ങണം, ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണേണ്ടത്, അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ടൂറുകൾ പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ മറ്റു പല കാര്യങ്ങളാണെങ്കിലും എന്താണ് നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോ അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളുടെയും സാമ്പത്തിക രംഗത്ത്, അല്ലെങ്കിൽ എന്താണ് സാമ്പത്തിക രംഗത്ത് അഭിവൃദ്ധിപ്പെടുത്തുവാനായിട്ട് നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എന്താണ് ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണ് അത്തരത്തിലുള്ള പ്ലാനിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ പ്ലാനിങ്ങുകൾ നടത്തുന്നതിനായിട്ട് എന്താണ് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ടായിരുന്നു. അപ്പോ ഇതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ ആദ്യമായിട്ട് പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വര അയ്യറാണ്. ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? വിശ്വേശ്വര അയ്യരാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്? അദ്ദേഹം 1938 അദ്ദേഹം ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. ആ പുസ്തകത്തിന്റെ പേരെന്ന് പറയുന്നത് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ളതാണ്. എന്താണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ? 1938 ഈ പുസ്തകം എന്ത് ചെയ്യുന്നത്, പ്രസിദ്ധീകരിക്കുന്നത്. ഈ പുസ്തകം പറയുന്നത് ഇന്ത്യ അഭിവൃദ്ധപ്പെടുന്നതിനായിട്ട്, അല്ലെങ്കിൽ എന്താണ് മുന്നിലോട്ട് പോകുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന വിശ്വേശ്വര അയ്യർ രചിച്ച പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. PSC പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണത്. അതായത് പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് വിശ്വേശ്വരയ്യർ രചിച്ച പുസ്തകം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ള രീതിയിലും എന്താണ് PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിശ്വേശ്വരയ്യരെ കുറിച്ച് പറയുമ്പോൾ വിശ്വേശ്വരയ്യർ എന്താണ് അദ്ദേഹം ഒരുപാട്, നിങ്ങൾ PSC പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് മാത്രമല്ല അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്, നിങ്ങൾ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ഡേ, അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 15 എന്തായിട്ട് നമ്മൾ ആചരിക്കുന്നത്? ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? അതും വിശ്വേശ്വര അയ്യരാണ്. പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നറിയുന്നതും വിശ്വേശ്വരയ്യരാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ
പ്ലാനിങ്ങിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടീഷുകാർ ഏകദേശം ഒരു 200 വർഷത്തോളം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എന്താണ് അടക്കി ഭരിച്ചിരുന്നു. അപ്പോ ഈ 200 വർഷത്തിന് മുമ്പുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ നമുക്ക് ഇന്ത്യ എന്നൊന്നും അക്കാലഘട്ടത്തിൽ പറയാൻ കഴിയില്ല എങ്കിൽ പോലും ആ വിഭാഗങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് എന്തായിരുന്നു? വളരെ ഉയർന്ന ഒരു സാമ്പത്തിക അവസ്ഥയുണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യയുടെ ഈ ഭൂപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുമിക്ക രാജ്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, സാമൂഹികമായിട്ടുള്ള രംഗത്ത് ചില അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ പറയും എന്താണ്, സാമൂഹികവും സാമ്പത്തികവുമായിട്ട് ഇന്ത്യ കാലഘട്ടത്തിൽ വലിയ പുരോഗതി വരിച്ചിരുന്നു എന്നൊക്കെ പറയും. സാമ്പത്തികമായിട്ട് ഇന്ത്യക്ക് പുരോഗതി ഉണ്ടായിരുന്നു, പക്ഷെ സാമൂഹികമായിട്ട് ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അത്രക്ക് പുരോഗതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള സമയത്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കി ഏകദേശം 200 വർഷത്തോളം അവർ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നതാ, ഭരണം നടത്തുന്നത്. അവരുടെ ഈ ഒരു ചൂഷണമുള്ള ഒരു ഭരണം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ മുച്ചൂട് മുടിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കാഴ്ചവെച്ചത്. അപ്പൊ അതോടുകൂടി ഇന്ത്യയുടെ സാമ്പത്തിക രംഗം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ഒരു തിരിച്ചടി ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ആ സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് നേരിടേണ്ടതായിട്ട് വന്നു. അപ്പോ പിന്നീട് സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിച്ചു. സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിക്കുന്നതിന്റെ ഫലമായിട്ട് തന്നെ സാമ്പത്തിക ചിന്തകളിൽ ഇന്ത്യക്കാർക്കിടയിൽ ഉണർവുണ്ടായി. അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള രംഗത്ത് ഇന്ത്യ കുറച്ചുകൂടി മുന്നോട്ട് നയിക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഇന്ത്യയിലുള്ള പല ആളുകളും ഇന്ത്യയെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിവിധ തരത്തിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ പ്ലാനുകൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. ആ പ്ലാനുകൾ കൂടി പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ബോംബെ പ്ലാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാവരും കേട്ടിട്ടുള്ള സംഭവമാണ്. PSC പഠിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. 1944 എന്ത് ചെയ്യുന്നത്, ബോംബെ പ്ലാൻ അവതരിപ്പിക്കുന്നത്. 1944 ബോംബെ പ്ലാൻ ഇന്ത്യയിലുള്ള 8 വ്യവസായികൾ ചേർന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നത്. ഈ 8 വ്യവസായികൾ ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം വേണമെങ്കിൽ PSC ഇങ്ങനെ ചോദിക്കാം, അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ബോംബെ പ്ലാനിൽ അംഗമായിട്ടുള്ള വ്യക്തികൾ ആരാണ്? അല്ലെങ്കിൽ വേണമെങ്കിൽ PSC ഇങ്ങനെ ചോദിക്കാം, ബോംബെ പ്ലാനിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണ്? അല്ലെങ്കിൽ ബോംബെ പ്ലാൻ അവതരിപ്പിച്ചതിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണ് എന്നുള്ള ചോദ്യം PSC വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പഠിക്കണം, ആ പേരുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ കുറച്ച് പേരുകളൊക്കെ നിങ്ങൾക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള പേരുകൾ തന്നെയാണ്. ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് JRD ടാറ്റയാണ്. JRD ടാറ്റയാണ് ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് JD ബിർളയാണ്. ഒന്നാമത്തേത് JRD ടാറ്റ, JD ബിർള, അർദേശിർ ദലാൽ, AD ഷറോഫ്, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, ലാല ശ്രീറാം, കസ്തൂർബായ് ലാൽബായ്, ജോൺ മത്തായി. ഇങ്ങനെ 8 പേർ ചേർന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ 8 വ്യവസായികൾ ചേർന്നുകൊണ്ടാണ് എന്ത് അവതരിപ്പിക്കുന്നത്, ഈ പറയുന്ന ബോംബെ പ്ലാൻ എന്നുള്ളത് അവതരിപ്പിക്കുന്നത്. ആരെല്ലാമാണ്? ഒന്നാമത്തെ വ്യക്തി JRD ടാറ്റയാണ്, രണ്ടാമത്തേത് JD ബിർളയാണ്, മൂന്നാമത്തേത് അർദേശിർ ദലാലാണ്, നാലാമത്തെ വ്യക്തി ആരാണ്? AD ഷറോഫാണ്, അഞ്ചാമത്തെ വ്യക്തി പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, ആറാമത്തെ ലാല ശ്രീറാം, ഏഴാമത്തെ വ്യക്തിയാണ് കസ്തൂർബായ് ലാൽബായ്, എട്ടാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജോൺ മത്തായി എന്ന് പറയുന്നത്. ഇന്ത്യൻ ചരിത്രം പഠിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും കേട്ടിട്ടുള്ള ഒരു പേരാണ് ആരുടേത്? ജോൺ മത്തായി എന്ന് പറയുന്നത്. ആരാണ് ജോൺ മത്തായി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയായിരുന്നു ജോൺ മത്തായി. മലയാളിയാണ് അദ്ദേഹം. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്
ജോൺ മത്തായി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ബോംബെ പ്ലാനിൽ അംഗമായിരുന്ന അല്ലെങ്കിൽ ബോംബെ പ്ലാൻ അവതരിപ്പിക്കുന്നതിനായിട്ട് മുൻകൈ എടുത്ത മലയാളി ആരാണ് എന്നുള്ള ഒരു ചോദ്യം PSC ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? അതിന്റെ ഉത്തരം ജോൺ മത്തായി എന്നായിരിക്കും. എന്താണ്? ജോൺ മത്തായി എന്നായിരിക്കും. 8 പേരാണ് അവതരിപ്പിച്ചത്. അതിലൊരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ മത്തായി എന്ന് പറയുന്നത്. അപ്പോ ഒന്നാമത് നമ്മൾ പഠിച്ച പ്ലാൻ എന്തെന്ന് പറയുന്നത് എന്താണ്? ബോംബെ പ്ലാൻ ആണ്. ഇനി രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഗാന്ധിയൻ പ്ലാൻ ആണ്. എന്താണ് രണ്ടാമത്തെ പ്ലാൻ അറിയപ്പെടുന്നത്? ഗാന്ധിയൻ പ്ലാൻ എന്നുള്ളതാണ്. ഗാന്ധിയൻ പ്ലാൻ. ഈ ഗാന്ധിയൻ പ്ലാൻ അവതരിപ്പിച്ച വർഷം എന്ന് പറയുന്നത് 1944 തന്നെയാണ്. അപ്പൊ 2 പ്ലാനുകളാണ് 1944 അവതരിപ്പിക്കപ്പെട്ടത്. ഒന്നാമത്തെ പ്ലാനിന്റെ പേരെന്താണ്? ബോംബെ പ്ലാൻ എന്നാണ്. രണ്ടാമത്തെ പ്ലാനിന്റെ പേരെന്താണ്? രണ്ടാമത്തെ പ്ലാനിന്റെ പേര് ഗാന്ധിയൻ പ്ലാൻ എന്നുള്ളതാണ്. ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തിയാണ് SN അഗർവാൾ എന്ന് പറയുന്നത്. ആരാണ്? SN അഗർവാൾ. ആരാണ്? ഗാന്ധിയൻ പ്ലാൻ അവതരിപ്പിച്ച വ്യക്തി ആണ് SN അഗർവാൾ എന്നുള്ളത്. ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഗാന്ധിയൻ ആദർശങ്ങളിൽ ഊന്നിക്കൊണ്ട് നമ്മളുടെ സാമ്പത്തിക സാമൂഹിക രംഗത്ത് എങ്ങനെ പുരോഗതി കൈവരിക്കാം എന്നുള്ള ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: സമ്പത്തിന്റെ വികേന്ദ്രീകരണവും പിന്നെ എന്താണ് ഈ പറയുന്ന കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനത്തിലൂടെയും എന്താണ് ഗ്രാമങ്ങളെ സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്തിക്കുക. എന്താണ്? അതായത് സാമ്പത്തിക വികേന്ദ്രീകരണം, സമ്പത്ത് താഴെത്തട്ടുകളിലേക്കൊക്കെ എത്തിക്കുക. പിന്നെ എന്താണ്? കുടിൽ വ്യവസായങ്ങൾ ഒരുപാട് തുടങ്ങിയിട്ട് ഗ്രാമങ്ങളെ വികസനങ്ങളിലേക്ക് എത്തിക്കുക. ഗാന്ധിജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധിജി ഗ്രാമങ്ങളുടെ ഇതാണ്. ഗ്രാമങ്ങളെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം, അവരെ സാമ്പത്തികമായിട്ട് ഉയർത്തണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ മഹാത്മാഗാന്ധിയുടെ എന്താണ് ആശയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത്. അത് അവതരിപ്പിച്ച വർഷം 1944. അവതരിപ്പിച്ച വ്യക്തിയുടെ പേരെന്താണ്? അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് SN അഗർവാൾ. എന്താണ്? SN അഗർവാൾ. SN അഗർവാൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന പദ്ധതി അവതരിപ്പിച്ചത്. ഇനി അടുത്ത പദ്ധതി ഏതാണ്? അടുത്ത പദ്ധതി ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടുന്നത്. എന്താണ്? ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ. നിങ്ങൾക്ക് ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇത് ഒരുപാട് തവണ കേട്ട് പോയിട്ടുള്ള പദ്ധതിയാണ്. പീപ്പിൾസ് പ്ലാൻ അവതരിപ്പിക്കുന്നത് 1945. എന്താണ്? 1945 എന്ത് അവതരിപ്പിക്കുന്നത്? പീപ്പിൾസ് പ്ലാൻ അവതരിപ്പിക്കുന്നത്. ഇത് അവതരിപ്പിച്ച വ്യക്തിയുടെ പേരാണ് MN റോയ് എന്ന് പറയുന്നത്. മാനവേന്ദ്രനാഥ് റോയ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് എന്തെന്ന് പറയുന്നത്? MN റോയ്. MN റോയ്. മാനവേന്ദ്രനാഥ് റോയ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പേര്. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള പേര് എന്തെന്നല്ല, MN റോയ് എന്നല്ല, നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നാണ് ഈ MN റോയിയുടെ യഥാർത്ഥ നാമം. എന്താണ്? നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നുള്ളതാണ് MN റോയിയുടെ യഥാർത്ഥ നാമം. അദ്ദേഹത്തിന്റെ റോയ് എന്നൊക്കെയുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആണെന്നുള്ളത്. അല്ല, അദ്ദേഹം ഒരു ബംഗാളി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഇന്ത്യൻ റവല്യൂഷണറിയുടെ അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിസത്തിന്റെയൊക്കെ ഇന്ത്യയിലെ പിതാവ് എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന MN റോയ് എന്ന് പറയുന്നത്. അദ്ദേഹം അവതരിപ്പിച്ച ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കുന്നതിനായിട്ടുള്ള അദ്ദേഹം അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനകീയ പദ്ധതി, അല്ലെങ്കിൽ എന്താണ് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്. 1945 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. 1945 ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. ഈ പദ്ധതിക്ക് അദ്ദേഹം എന്താണ് ഏറ്റവും കൂടുതൽ ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്നത്? കൃഷിയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ്? കൃഷി വികസിപ്പിക്കുക, അതിലൂടെ സമൂഹത്തിലും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വികസനം ഉണ്ടാക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് പീപ്പിൾസ് പ്ലാൻ. 1945 അവതരിപ്പിച്ചത് ആരാണ്? അവതരിപ്പിച്ചത് MN റോയിയാണ്.
മാനവേന്ദ്രനാഥ് റോയി. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ പറയുന്ന പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി കേരളത്തിൽ അവതരിപ്പിച്ചത് ആരാണ്? ഇതാണ്, അല്ലെങ്കിൽ കേരളത്തിൽ അവതരിപ്പിച്ചതല്ല, കേരളത്തിൽ നടപ്പിലാക്കിയത് ആരാണ് എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരമാണ് EK നയനാർ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന EK നയനാരാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത്. അപ്പോ പീപ്പിൾസ് പ്ലാൻ അവതരിപ്പിച്ചത് ആരാണ്? അത് MN റോയി ആണ്. അത് കേരളത്തിൽ നടപ്പിലാക്കിയത് ആരാണ്? അത് EK നയനാർ എന്ന് പറയുന്ന, ഏറമ്പാല കൃഷ്ണൻ നയനാർ എന്ന് പറയുന്ന നമ്മളുടെ മുൻ മുഖ്യമന്ത്രിയാണ്. EK നയനാറാണ് പീപ്പിൾസ് പ്ലാൻ എന്ത് ചെയ്യുന്നത്? കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. ഇനി അടുത്തത് നോക്കുക. അടുത്തത് സർവോദയ പ്ലാൻ. ഈ പദ്ധതി അവതരിപ്പിക്കപ്പെടുന്നത് 1950-ലാണ്. 1950 എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സർവോദയ പ്ലാൻ എന്ന് പറയുന്നത്. ഈ പദ്ധതി അവതരിപ്പിച്ചത് ആരാണ്? ഈ പദ്ധതി അവതരിപ്പിച്ചത് JPN എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ജയപ്രകാശ് നാരായണനാണ്. ആരാണ്? JPN എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ജയപ്രകാശ് നാരായണൻ അവതരിപ്പിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സർവോദയ പദ്ധതി അല്ലെങ്കിൽ സർവോദയ പ്ലാൻ എന്ന് പറയുന്നത്. 1950-ലാണ് ആര് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്? ഈ പറയുന്ന JPN അല്ലെങ്കിൽ ജയപ്രകാശ് നാരായൺ ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. അപ്പോ ഈ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഗാന്ധിയൻ ആദർശത്തെ കുറിച്ച് പറഞ്ഞില്ലേ? SN അഗർവാൾ തുടങ്ങിയ ഗാന്ധിയൻ പ്ലാനിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഈ പറയുന്ന ഗാന്ധിയൻ പ്ലാനും അതിനോടൊപ്പം തന്നെ വിനോബ ആചാര്യ ഭാവയുടെ എന്താണ് ചില ആദർശങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പറയുന്ന JPN അവതരിപ്പിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സർവോദയ പ്ലാൻ എന്ന് പറയുന്നത്. ഇത് 1950-ലാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിച്ചത്. എന്തൊക്കെയാണ്? ഒന്ന്, ഈ പറയുന്ന നമ്മളുടെ ആസൂത്രണത്തിന്റെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ വിശ്വേശ്വരയ്യർ, M വിശ്വേശ്വരയ്യരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ പുസ്തകം, ഒരു പുസ്തകമുണ്ട്. എന്താണ്? പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? 1938-ലാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. M വിശ്വേശ്വരയ്യർ രചിച്ച പുസ്തകമാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് പദ്ധതികളെ കുറിച്ച് പഠിച്ചു. ഒന്നാമത്തേത് എന്താണ്? ബോംബെ പ്ലാൻ ആണ്. ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് 1944-ൽ അവതരിപ്പിക്കപ്പെട്ട ഇന്ത്യയിലുള്ള 8ഓളം വരുന്ന ബിസിനസ്സുകാർ അല്ലെങ്കിൽ വ്യാപാരികൾ അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് ഇവര് ചേർന്നുകൊണ്ട് അവതരിപ്പിച്ച പദ്ധതിയാണ് എന്ന് പറയുന്നത് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതികളൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത്? നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷുകാരാൽ തകർക്കപ്പെട്ട ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യുക? കൈപിടിച്ചുയർത്തുക. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയും ഇന്ത്യയുടെ സാമൂഹിക അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുമാണ് ഈ പദ്ധതികളെല്ലാം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ പദ്ധതിയാണ് 1944 ബോംബെ പദ്ധതി. അതിന്റെ അകത്ത് വരുന്ന ഒരു മലയാളിയാണ് ആരെന്ന് പറയുന്നത്? ജോൺ മത്തായി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു 44-ൽ തന്നെ ഗാന്ധിയൻ പദ്ധതി അവതരിപ്പിച്ചത് ആരാണ്? SN അഗർവാൾ ആണ്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1945-ൽ ആരാണ്? ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ അവതരിപ്പിച്ചത് ആരാണ്? MN റോയി ആണ്. MN റോയി ആണ് പീപ്പിൾസ് പ്ലാൻ അവതരിപ്പിച്ചത്. അതിനുശേഷം നമ്മൾ മറ്റൊരു പദ്ധതിയെ കുറിച്ച് പഠിച്ചു. ആ പദ്ധതി ഏതാണ്? അത് സർവോദയ പ്ലാൻ ആണ്. 1950-ൽ അവതരിപ്പിച്ചത് ആരാണ്? അവതരിപ്പിച്ചത് JPN എന്നറിയപ്പെടുന്ന ജയപ്രകാശ് നാരായണനാണ് ആ പദ്ധതി അവതരിപ്പിച്ചത്. അപ്പോ ഇത്തരം പദ്ധതികളൊക്കെ എന്തിനു വേണ്ടിയാണ് അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് പറഞ്ഞത്? തകർന്നു കിടക്കുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നതിനും സാമൂഹികപരമായിട്ട് ഒരു ഉയർച്ച ഇന്ത്യൻ സമൂഹത്തിന് ഉണ്ടാക്കുന്നതിനുമായിട്ട് മുന്നോട്ട് വെക്കപ്പെട്ട ആശയങ്ങളാണ് അല്ലെങ്കിൽ പദ്ധതികളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ. അപ്പൊ നമ്മളുടെ വിഷയം എന്താണ്? നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്കറിയാം. 1950 മാർച്ച് 15-ാം തീയതിയാണ് എന്ത് രൂപപ്പെടുന്നത്? ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ രൂപപ്പെടുന്നത്. പക്ഷേ
ഈ പ്ലാനിംഗ് കമ്മീഷന് ഒരു മുൻകാല രൂപമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ്, പ്ലാനിംഗ് കമ്മീഷൻ ഒരു ആദ്യകാല രൂപമുണ്ടായിരുന്നു. അതിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് പ്ലാനിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ആസൂത്രണ കമ്മിറ്റി എന്നുള്ളത്. എന്താണ് പ്ലാനിംഗ് കമ്മീഷന്റെ, ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ആദ്യകാല രൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരമാണ് എന്തെന്ന് പറയുന്നത് ദേശീയ ആസൂത്രണ കമ്മിറ്റി, അല്ലെങ്കിൽ എന്താണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ഇത് എന്നാണ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്? ഇത് ഇന്ത്യയിൽ വരുന്നത് 1938-ലാണ്. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനം. നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഉള്ള ഭാഗം പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന എന്താണ് പേരാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന 1938 ഹരിപുര സമ്മേളനം എന്ന് പറയുന്നത്. എന്താണ് ആ സമ്മേളനത്തിന്റെ പ്രത്യേകത? ആ സമ്മേളനത്തിൽ അതിന്റെ അധ്യക്ഷനായിരുന്നത് ആരാണ്? നമ്മൾ സുഭാഷ് ചന്ദ്രബോസ്, നേതാജി എന്ന ഇന്ത്യക്കാർ സ്നേഹത്തോടെ വിളിക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ് 1938 ഹരിപുര സമ്മേളനത്തിൽ എന്തായിരുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്. ഇവിടെ വെച്ച്, ഈ സമ്മേളനത്തിൽ വെച്ചാണ് എന്ത് രൂപീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ള ആവശ്യം ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്ന് 1938 എന്ത് ചെയ്തു? ആസൂത്രണ കമ്മിറ്റി അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് രൂപപ്പെട്ടു. അപ്പോ അവിടെ ഒരു ചോദ്യം ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ നിന്ന് PSCക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ആസൂത്രണ കമ്മിറ്റി, പേര് ശ്രദ്ധിക്കണം, ആസൂത്രണ കമ്മീഷനും ആസൂത്രണ കമ്മിറ്റിയും നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം ആ പോയിന്റ് പഠിക്കുവാനായിട്ട്. ആസൂത്രണ കമ്മിറ്റി, ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരിച്ച വ്യക്തി, അല്ലെങ്കിൽ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം വഹിച്ച വ്യക്തി ആരാണ് എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരമാണ് ആരെന്ന് പറയുന്നത്? അതിന്റെ ഉത്തരമാണ് സുഭാഷ് ചന്ദ്രബോസ്. ആരാണ്? ആസൂത്രണ കമ്മിറ്റിയുടെ എന്താണ് രൂപീകരണത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. ആ ചോദ്യം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോ വേണമെങ്കിൽ PSC ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അതായത് ഈ പറയുന്ന ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് സുഭാഷ് ചന്ദ്രബോസിനെ സഹായിച്ച, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? എന്താണ് ഈ പറയുന്ന ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് വേണ്ടി സുഭാഷ് ചന്ദ്രബോസിനെ സഹായിച്ച, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്ത, അല്ലെങ്കിൽ ആ ആശയം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത, അദ്ദേഹത്തെ സഹായിച്ച ശാസ്ത്രജ്ഞന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഉത്തരമാണ് മേഘനാഥ് സാഹ എന്നുള്ളത്. എന്താണ്? മേഘനാഥ് സാഹ. സുഭാഷ് ചന്ദ്രബോസിനെ സഹായിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? മേഘനാഥ് സാഹ. അപ്പോ അടുത്തൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? എന്താണ്? പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു എന്നാണ്. എന്താണ്? ജവഹർലാൽ നെഹ്റു എന്നാണ്. അപ്പൊ എന്താണ്? നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ പഠിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, പ്ലാനിംഗ് കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം വഹിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതിന് സുഭാഷ് ചന്ദ്രബോസിനെ സഹായിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? മേഘ്നാഥ് സാഹയാണ്. ഈ പറയുന്ന ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. 3 ചോദ്യങ്ങൾ അത് കൃത്യമായി മനസ്സിലായി തിരിഞ്ഞു പോകാത്ത രീതിയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. അപ്പോ ഇങ്ങനെ 1938 ഒരു പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടായി. തുടർന്ന് ഈ 1946 ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഒരു ഏകദേശം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ള അവസ്ഥയൊക്കെ ആയി. ഇന്ത്യ എന്താണ്? ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുന്നു. ഈ ഇടക്കാല ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിനെ എന്ത് ചെയ്യുന്നു? രൂപീകരിക്കുന്നു. 1946 ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ഇടക്കാല ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുന്നു.
അതിന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് KC നിയോഗി. ആരാണ്? KC നിയോഗി. നിങ്ങൾ PSC പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ആരുടേത്? KC നിയോഗി എന്ന് പറയുന്നത്. എന്താണ്? അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. ആരെന്ന് പറയുന്നത്? KC നിയോഗി എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കുവാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി നേരെ നമ്മളുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ? എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ? എന്താണ് ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത്? നമ്മൾ ആദ്യം പറഞ്ഞു. എന്നാണ്? PSC എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1950 മാർച്ച് 15-ാം തീയതിയാണ് എന്ത് രൂപീകരിക്കുന്നത്? ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ. മുകളിൽ പറഞ്ഞത് എന്താണ്? പ്ലാനിംഗ് കമ്മിറ്റിയാണ്. നമ്മൾ ഇനി പറയുന്നത് എന്താണ്? പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ്? പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15-ാം തീയതിയാണ്. പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് എന്നാണ്? പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1938-ലാണ്. മാറിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് 2-3 തവണയായിട്ട് നിങ്ങളോട് ഇത് ആവർത്തിച്ച് പറയുന്നത്. തെറ്റ് പറ്റരുത്. ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന വസ്തുതകൾ PSC എന്താണ് നിങ്ങളെ കൊടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കും ഇത്തരം ചോദ്യങ്ങൾ. അതുകൊണ്ട് എന്ത് ചെയ്യുക? വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ 1950 മാർച്ച് 15-നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് യോജനാ ഭവനാണ്. എന്താണ്? യോജനാ ഭവൻ. ഡൽഹിയിലുള്ള യോജനാ ഭവനാണ് ഇതിന്റെ ആസ്ഥാനം. പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ എന്റെ ഒരു ചോദ്യം, ഇന്ന് പ്ലാനിംഗ് കമ്മീഷൻ നിലവിലുണ്ടോ? നിങ്ങളുടെ അറിവ് വെച്ച് ഇന്ന് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടോ? ഇന്ന് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടോ? അറിയാവുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ പറയുക. നോ. അതെ, ഇന്ന് നമ്മൾ എന്താണ്? ഇന്ന് പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. അതെന്താണ്? നീതി ആയോഗായിട്ടൊക്കെ മാറി. അത് നമ്മൾ നീതി ആയോഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയും അല്ലെങ്കിൽ പഠിക്കും. പക്ഷെ എന്താണ്? ഇന്ന് അതില്ലെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ നൽകിയ സംഭാവനകൾ, ഇന്ത്യയുടെ എന്താണ് പഞ്ചവത്സര പദ്ധതികൾ, ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? നമ്മളുടെ ഇക്കണോമിക്സിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് പഠിച്ചിരിക്കണം. 1950 മാർച്ച് 15-ന് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. ആസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? യോജനാ ഭവനാണ്. എന്താണ് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള, ഇന്ത്യയുടെ എന്താണ് ഭാവി വികസനത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുക. എന്താണ്? പിന്നെന്താണ്? അതിന്റെ പദ്ധതികളുടെ നടത്തിപ്പിനെ കുറിച്ച് എന്ത് ചെയ്യുക? നിർദ്ദേശങ്ങൾ ആർക്ക് സമർപ്പിക്കുക? കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളോട് PSC ഒരു ചോദ്യം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് PSCയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തരികയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് PSC ചോദിച്ചു വന്നാൽ അത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പറയൂ, എല്ലാവരും അറിയാവുന്ന ആളുകൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ശരിയാണോ തെറ്റാണോ? പോട്ടെ, അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ്. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതെന്താണ്? ശരിയാണോ തെറ്റാണോ? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അത് ശരിയാണോ തെറ്റാണോ? രണ്ടുപേര് കമന്റ് ചെയ്യുന്നുണ്ട്.
രണ്ടുപേര് പറഞ്ഞത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ളത് ശരിയാണ് എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്? ആർക്കൊന്നും അറിയില്ല. ഓക്കെ, ഫൈൻ. അല്ല, അല്ല, തെറ്റാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഭരണഘടനാ സ്ഥാപനമോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ല. രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. എന്താണ്? ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമല്ല. ഭരണഘടനയിൽ എവിടെയും തന്നെ എന്ത് പറയുന്നില്ല? ഈ പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് എന്താണ്? അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏതെങ്കിലും ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല എന്ത് രൂപപ്പെട്ടിട്ടുള്ളത്? ഈ പറയുന്ന ആസൂത്രണ കമ്മീഷൻ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ പറയുന്ന ആസൂത്രണ കമ്മീഷൻ എന്നുള്ളത് ഭരണഘടനാ സ്ഥാപനവുമല്ല, പിന്നെന്താണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനവുമല്ല. മറിച്ച് എന്താണ്? അത് വെറും ഒരു അഡ്വൈസറി ബോഡി മാത്രമാണ്, വെറും ഒരു ഉപദേശക സമിതി മാത്രമാണ്. എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇറക്കിയ ഒരു ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ രൂപപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, പിന്നെ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനവും അല്ല. അതൊരു എന്താണ്? അഡ്വൈസറി ബോർഡ് മാത്രമാണ്. എന്താണ്? ഒരു ഉപദേശക സ്ഥാപനം മാത്രമാണ്. എന്തിനു വേണ്ടിയിട്ട് ഉപദേശിക്കുക? പദ്ധതികൾ, അതായത് ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് അതിന് മുൻകൈ എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ഉപദേശിക്കുന്ന ഒരു അഡ്വൈസറി ബോർഡ് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ പോയിന്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത പോയിന്റ്, പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും എന്തെന്ന് പറയുക? പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആര് പ്രധാനമന്ത്രി ആണോ അദ്ദേഹം തന്നെ ആയിരിക്കും എന്തെന്ന് പറയുക? അദ്ദേഹം തന്നെ ആയിരിക്കും ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇതും കൂടാതെ എന്താണ്? ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാകും. മാത്രമല്ല കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നിന്ന് അപ്പൊ ചോദ്യങ്ങൾ ഒരുപാട് വരും. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് പറഞ്ഞു നോക്കാം, നിങ്ങൾക്ക് ഉത്തരം അറിയാൻ പറ്റും. അപ്പോ ഞാൻ പറഞ്ഞു ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അപ്പൊ ഒരു ചോദ്യം വരാം, പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ആരായിരിക്കും? ആരായിരിക്കും? പ്രധാനമന്ത്രിയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു തന്നെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം വരാം. നമ്മൾ പറഞ്ഞു ഈ പറയുന്ന പ്ലാനിംഗ് ബോർഡിൽ അധ്യക്ഷൻ ഉണ്ടാവും, ഉപാധ്യക്ഷൻ ഉണ്ടാവും, പിന്നെ എന്താണ്? കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉണ്ടാവും. അപ്പോ ആദ്യത്തെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരിക്കും എന്നാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ആദ്യത്തെ ഉപാധ്യക്ഷന്റെ പേരാണ് ഗുൽസരിലാൽ നന്ദ. എന്താണ്? ആദ്യത്തെ ഉപാധ്യക്ഷന്റെ പേരാണ് ഗുൽസരിലാൽ നന്ദ. നിങ്ങൾ ആ പേര് പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാകും. ഇന്ത്യയുടെ എന്താണ്? ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിട്ടിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഗുൽസരിലാൽ നന്ദ എന്ന് പറയുന്നത്. 2 തവണയാണ് അദ്ദേഹം ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിട്ട് ഇരുന്നിട്ടുള്ളത്. ഒരു തവണ ജവഹർലാൽ നെഹ്റു അന്തരിച്ചപ്പോൾ, രണ്ടാമത് മൊറാർജി ദേശായി അന്തരിച്ചപ്പോൾ. ഈ 2 ടൈമിലും അദ്ദേഹം എന്തായിട്ടുണ്ട്? ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഗുൽസരിലാൽ നന്ദ എന്ന് പറയുന്നത്. ഈ ഗുൽസരിലാൽ നന്ദ ആയിരുന്നു ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ എന്തെന്ന് പറയുന്നത്? ആദ്യത്തെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. 2 പോയിന്റ് നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി
ആ പറയുന്ന കമ്മീഷനിൽ ആദ്യത്തെ കമ്മീഷനിൽ ഉണ്ടായിരുന്ന കുറച്ച് അംഗങ്ങൾ കൂടിയുണ്ട്. അവരുടെ പേരുകൾ കൂടി നമുക്ക് മനസ്സിലാക്കി പോവാം. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് CD ദേശ്മുഖ് ആണ്. രണ്ടാമത്തേത് VT കൃഷ്ണമാചാരിയാണ്. മൂന്നാമത്തേത് GL മേത്തയാണ്. നാലാമത്തേത് എന്താണ്? RK പാട്ടീലാണ്. ഇങ്ങനെ 4 അംഗങ്ങളാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഇപ്പോ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോ ഇല്ല. ശരിയാണ്. 2014 കൂടി നമ്മൾ എന്താണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന സെറ്റപ്പ് അങ്ങ് അവസാനിപ്പിച്ചിട്ട് നമ്മൾ എന്താണ് പുതിയതായിട്ട് നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ആരംഭിച്ചു. 2014 ഏപ്രിൽ 13 അത് നിർത്തലാക്കി. ഓഗസ്റ്റ് 13 നിർത്തലാക്കി. ഓഗസ്റ്റ് 15 ഈ പറയുന്ന പ്രസംഗത്തിലാണ് നരേന്ദ്രമോദി ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ ജനങ്ങളോട് പറയുന്നത്. അപ്പോ അതോടുകൂടി എന്താണ് ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന 1950 തുടങ്ങിയ സ്ഥാപനം 2014 ആയപ്പോൾ എന്ത് ചെയ്തു? അതിന് പൂട്ട് വീണു. ഇത് പൂട്ട് വീണു എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും. നമ്മൾ ആദ്യത്തെ പഠിച്ചപ്പോൾ ഒരു പൂട്ടിയ സ്ഥാപനത്തിന് തീർച്ചയായിട്ടും അവസാനത്തെ അധ്യക്ഷൻ ഉണ്ടാവും, അവസാനത്തെ ഉപാധ്യക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോ ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അധ്യക്ഷൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. 2014 പ്രധാനമന്ത്രി ആരാണ്? ഇത് അവസാനിപ്പിച്ചത് ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. അടുത്ത ചോദ്യം, നമ്മൾ ആദ്യത്തെ ഉപാധ്യക്ഷനെ കുറിച്ച് ഗുൽസരിലാൽ നന്ദയാണെന്ന് പഠിച്ചു. അവസാനത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അവസാനത്തെ ഉപാധ്യക്ഷന്റെ പേരാണ് മൊണ്ടേക് സിംഗ് അൽവാലിയ. എന്താണ്? അവസാനത്തെ ഉപാധ്യക്ഷന്റെ പേരാണ് മൊണ്ടേക് സിംഗ് അൽവാലിയ. ഇനി ഈ പ്ലാനിംഗ് കമ്മീഷൻ എങ്ങനെയാണ് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നത്? നിങ്ങൾ എല്ലാവർക്കും അറിയാം, പഞ്ചവത്സര പദ്ധതികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ പറയുന്ന എക്കണോമിക്സിൽ LDCയുടെ എന്താണ് വിഷയങ്ങളിൽ ഉള്ളതാണ് പഞ്ചവത്സര പദ്ധതികൾ. നമ്മൾ പിന്നീട് അതിനെ കുറിച്ചൊക്കെ പഠിക്കും. അപ്പോ ഈ പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. എന്തിലൂടെയാണ്? പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. ഈ പഞ്ചവത്സര പദ്ധതികൾ അല്ലെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്നതൊക്കെ ആശയം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കടമെടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. സോവിയറ്റ് യൂണിയനാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ആശയം എന്താണ് ലോകത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്. 1928 മുതൽ 1933 വരെയാണ് ആദ്യമായിട്ട് സോവിയറ്റ് യൂണിയനിൽ എന്ത് നടത്തുന്നത്? പ്ലാനിങ്ങും പഞ്ചവത്സര പദ്ധതികളുമൊക്കെ നടപ്പിലാക്കുന്നത്. നിങ്ങൾ ജോസഫ് സ്റ്റാലിൻ എന്ന് കേട്ടിട്ടില്ലേ? ഈ ജോസഫ് സ്റ്റാലിനാണ് ഇത് ആദ്യമായിട്ട് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കുന്നത്. ഈ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ ആ ആശയം കടമായിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. അപ്പൊ എന്താണ്, ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് പേരുകൾ പഠിക്കണം. അതായത് ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റു ചില പേരുകളുണ്ട്. എന്താണ്? സമാന്തര ക്യാബിനറ്റ്, പിന്നെ എന്താണ്? സൂപ്പർ ക്യാബിനറ്റ്. നോക്കുക, സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ തന്നെയാണ്. അപ്പൊ എന്തൊക്കെ പേരിലാണ് അത് അറിയപ്പെടുന്നത്? ഒന്ന് നോക്കുക. സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? അത് ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ തന്നെയാണ്. ഇനി ഇന്ത്യക്കൊരു പ്ലാനിംഗ് കമ്മീഷൻ ഉള്ള പോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട്? പ്ലാനിംഗ് കമ്മീഷനുകളുണ്ട്. സ്വാഭാവികമായിട്ടും എന്താണ്? കേരളത്തിനും എന്തുണ്ടാവും? പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ എന്താണ്? കേരള സംസ്ഥാനത്തിന്റെ പ്ലാനിംഗ് കമ്മീഷൻ അത് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് 1967 കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ തുടങ്ങുന്ന എപ്പോഴാണെന്നാണ് നമ്മൾ പറഞ്ഞത്? തുടങ്ങിയത് എന്നാണെന്നാണ് പറഞ്ഞത്? അത് 1950 മാർച്ച് 15 കേരളത്തിലെ തുടങ്ങുന്നത് എന്നാണ് 1967
രൂപീകരിച്ചത് 1967. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയാണെങ്കിൽ കേരളത്തിൽ ആരാണ്? മുഖ്യമന്ത്രി ആയിരിക്കും. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് EMS ആണ്. ആരാണ്? EMS. എന്താണ് EMS? അതായത് EMS നമ്പൂതിരിപ്പാട്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള EMS നമ്പൂതിരിപ്പാട് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ചെയർമാൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെയും എന്തുണ്ടാവും? വൈസ് ചെയർമാൻ ഉണ്ടാവും. ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് MK ഹമീദ്. എന്താണ്? MK ഹമീദ് ആണ് എന്തെന്ന് പറയുന്നത് ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ എന്റെ ഒരു ചോദ്യം, ഇപ്പോഴത്തെ ഈ പറയുന്ന കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയനാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് VK രാമചന്ദ്രനാണ്. ആരാണ് ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ? ആരാണ്? VK രാമചന്ദ്രനാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? MK ഹമീദാണ്. ഇപ്പോഴത്തെ ആരാണ്? VK രാമചന്ദ്രനാണ്. നോട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് എഴുതി എടുത്തു പോയിക്കൊള്ളണം. അപ്പൊ എന്താണ് നമ്മൾ ഈ പറയുന്ന കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ, കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ, ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചു. നമുക്കിനി ഒരു ബോഡിയെ കുറിച്ച് കൂടി പഠിക്കണം. അതിന്റെ പേരാണ് ദേശീയ വികസന സമിതി, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, NDC എന്ന് നമ്മൾ എന്തെന്ന് പറയും? അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയും നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെങ്കിൽ ദേശീയ വികസന സമിതി. ഇത് രൂപീകരിക്കുന്നത് 1952 ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. എന്നാണ് 1952 ആഗസ്റ്റ് 6-നാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിക്കുന്നത്? അതായത് നമ്മൾ പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികൾ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുവാദം കൊടുക്കുന്നത് ആരാണ്? അത് ഈ പറയുന്ന ദേശീയ വികസന സമിതിയാണ്. എന്താണ്? പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുക എന്നുള്ളതാണ് എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ പറയുന്ന NDCയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. രൂപീകരിച്ചത് എന്നാണ് 1952 ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. പക്ഷേ ഈ NDC വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? നമ്മൾ ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. ഏത് വർഷമാണ് ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്? അറിയാവുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം വേഗം കമന്റ് ചെയ്യട്ടോ. 1951. 1951 ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിന് അനുമതി കൊടുക്കേണ്ട സ്ഥാപനം തുടങ്ങുന്നത് 1952 ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വിധാൻ ഭവനാണ്. വിധാൻ ഭവൻ. NDCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയിലുള്ള വിധാൻ ഭവനാണ്. നമ്മൾ കുറച്ചു മുമ്പ് ഇതുപോലെ തന്നെ ഒരു സംഭവം പഠിച്ചല്ലോ. എന്താണത്? പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം ഏതാണ്? പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് യോജന ഭവനാണ്. NDCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് വിധാൻ ഭവനാണ്. രണ്ടും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രണ്ടും ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പറയുന്ന നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷൻ പോലെ തന്നെ NDCക്കും എന്തുണ്ടാ? NDCയുടെയും അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയായിരിക്കും. ഈ പറയുന്ന സ്വാഭാവികമായിട്ടും ആദ്യത്തെ NDCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആരായിരിക്കും? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തന്നെയായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോൾ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. NDC ഇപ്പോൾ നിലവിലുണ്ടോ? NDC നിലവിലുണ്ട്. പക്ഷെ അതെന്താണ്? പ്രവർത്തനരഹിതമാണ്. പഞ്ചവത്സര പദ്ധതി ഇല്ലാതെ അതിന് അംഗീകാരം കൊടുക്കേണ്ട ഒരു സ്ഥാപനത്തിന് എന്താണ്? പ്രസക്തി ഇല്ലല്ലോ സ്വാഭാവികമായിട്ടും. ഇതിന് സമാനമായിട്ടുള്ള ഒരു കൗൺസിൽ എവിടെയുണ്ട്? നീതി ആയോഗിലുണ്ട്. ഇത് എന്താണ്? ഇത് സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ എന്താണ് സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു. ഇതെന്താണ്? സ്ക്രാപ്പ് ചെയ്ത് നമ്മൾ കളഞ്ഞിട്ടില്ല. ഇവിടെ ഉണ്ട്, പക്ഷെ വർക്കിംഗ് അല്ല.
നമ്മൾ ഔദ്യോഗികമായിട്ട് ഇത് പൂട്ടിക്കെട്ടിയിട്ടില്ല. പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ ഔദ്യോഗികമായിട്ട് പൂട്ടിക്കെട്ടി. NDC നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഔദ്യോഗികമായിട്ട് പൂട്ടിക്കെട്ടിയിട്ടില്ല. പക്ഷെ അത് പ്രവർത്തനരഹിതമാണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്താണ്, പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചാണ്, അത് എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തത്, സംസാരിച്ചത്. നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ് എന്നുള്ളതാണ്. LDCയുടെ എന്താണ്, LDCയുടെ ഇതിലുള്ളതാണ്, വിഷയങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള ചാപ്റ്റർ ആണ്. ഇതിൽ നിന്നൊക്കെ എപ്പോഴും PSC എന്താണ്, ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. വളരെ നന്നായിട്ട് കാണാപ്പാഠം പഠിക്കാതെ വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ എന്താണ്, ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.